ബ്രീഡ് വന്നു കഴിഞ്ഞിട്ട് ചൈനയാണ് ശരിക്കും ബ്രീഡ്. ഇപ്പം നമ്മളുടെ കയ്യിൽ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2013 മുതൽ നമ്മൾ ഷിറ്റ്സു ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രീഡിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ക്യൂട്ടായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു പാവയുടെ പോലെ ഒന്ന് മുടിയൊക്കെ കെട്ടി കൊണ്ടു നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും പറ്റിയൊരു ബ്രീഡാണ് നമുക്ക് ഷിറ്റ്സു. പിന്നെ അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവ് അല്ല, ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു കാര്യം ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഗ്രൂമിങ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഡോള് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് നമുക്ക് ഷിറ്റ്സു. സൈസ് വന്നു കഴിഞ്ഞിട്ട് അധികം വരില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് കടി അങ്ങനെയുള്ള ടെമ്പർമെൻ്റ് ഒന്നും ഉള്ള ഒരു ബ്രീഡല്ല. ഇപ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. പിന്നെ വീടിനുള്ളിലൊക്കെ ആണെങ്കിലും അവർ നടക്കുകയാണെങ്കിൽ കുട്ടികളുടെയൊക്കെ കൂടെ തന്നെ ഇങ്ങനെ നടന്നോളും. പിന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു ബ്രീഡാണ്. നമ്മൾ പെറ്റ് ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതും കൊടുക്കും. പിന്നെ നമ്മൾ ചിക്കൻ, റൈസ് ഇതെല്ലാം നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു നേരം നമുക്ക് കൊടുക്കാം. പിന്നെ ആകെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസ്, കാൽഷ്യം അങ്ങനെ ചെറിയ ചെറിയ സപ്ലിമെൻറ്റുകളുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വാക്സിനേഷൻ അത് നമുക്ക് എല്ലാ ഡോഗ്സിൻ്റെയും പോലെ തന്നെ വർഷത്തിൽ നമുക്ക് എല്ലാം ഫസ്റ്റ് പപ്പി DP വന്നു കഴിഞ്ഞിട്ട് ഒരു പപ്പിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40-45 ഡേയ്സിലാണ് നമുക്ക് ഫസ്റ്റ് പപ്പി DP വാക്സിൻ ചെയ്യുക. പിന്നെ നോർമലി ബൂസ്റ്റർ ഡോസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റാബീസിൻ്റെ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് അവരുടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു അറിവോടുകൂടി തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, അസുഖങ്ങൾ നമുക്ക് ഈ ടോയ് ബ്രീഡിനല്ല എല്ലാ ബ്രീഡ്സിനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അസുഖങ്ങൾ വരുന്നത്. ഇപ്പോൾ ചിലത് വന്നു കഴിഞ്ഞിട്ട് സ്കിന്നിൻ്റെ പ്രോബ്ലം വരാനായിട്ടുള്ള ചാൻസ് ഷിറ്റ്സുവിനല്ല എല്ലാ ബ്രീഡ്സിനും തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെറ്റ് ഫുഡായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിക്കനും റൈസൊക്കെ തന്നെ എന്ത് തന്നെയാണെങ്കിൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് രോമത്തിലൊക്കെ കറക്റ്റ് മെയിൻ്റനൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രോമത്തിലൊക്കെ പറ്റി പിടിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഫംഗസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ ചിലർ ശ്രദ്ധിക്കുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമുക്ക് ഇതിന് ഷാമ്പു വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെഡിക്കേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോഗിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഹെയർ ഫോൾസ് എന്തായാലും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രോമം നമുക്ക് ബ്രഷ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിനിങ് ആണെങ്കിൽ അങ്ങനെ ഹെയർ ഫോൾ വരില്ല. കാരണം ഡെയിലി നമ്മൾ ഗ്രൂം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളുടെയൊക്കെ മുടിയൊക്കെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ എന്തായാലും എല്ലാ ദിവസം മുടി പോകുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഡോഗ്സിൻ്റെയും പോകും. രോമം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഏത് ബ്രീഡാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഹെയർ പോകും. പക്ഷെ നമ്മൾ മെയിൻ്റനൻസ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഇത് നമ്മളിവിടെ നമ്മളുടെ ഷോപ്പിൽ തന്നെ ഇരിക്കണം, യാതൊരു പ്രോബ്ലം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂം ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഷിറ്റ്സുവിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ കുട്ടികൾ അങ്ങോട്ട് പോയ ഡോഗ് അവരുടെ ഒപ്പം പോകും. അപ്പോൾ അത്രയും ഒരു ഭയങ്കര പെറ്റ് ആൻഡ് ലവ്ലി ആയിട്ടുള്ളൊരു ഡോഗാണ് നമുക്ക് ഷിറ്റ്സു. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ അതല്ലെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് ട്രെയിനേഴ്സ് ഇപ്പം നമുക്ക് ധാരാളം ഉണ്ട്. കാരണം ഇതൊരു പെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് നമ്മൾ അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നടക്കും. വലുതായാലും നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിൻ്റെ അടുത്ത് ഇടപഴകണം അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. പിന്നെ അഗ്രസീവ് ഒന്നല്ല. കുട്ടികൾക്ക് വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പെറ്റിനോട് വരുന്നത് 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ സാധാരണ രീതിയിൽ ഇന്ന് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പോകുന്നത്, അതേപോലെ തന്നെ കുട്ടികളുടെ ഇന്നത്തെ മൊബൈല്, അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഒരു പെറ്റ് വരുമ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞിട്ട് അവരുടെ ടൈം പാസ് ആവാനും പിന്നെ അതേപോലെ തന്നെ അവരെ മെൻ്റലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടികളെ കുറേയും കൂടി ആക്റ്റീവായിട്ട് നിർത്തും. അപ്പോൾ ആ ഡ്രഗ് അതേപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അവർ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, പിന്നെ ഹെയർ ബ്രഷ് ചെയ്യൽ, പിന്നെ അവർ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മൾ അങ്ങോട്ട് ഓടുമ്പോൾ നമ്മുടെ കൂടെ വരും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ തോട്ട്സ് കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. എനിക്ക് സ്കൂൾ വിട്ട് വന്ന ഉടനെ ഇപ്പോൾ അവൻ്റെ കൂടെ കളിക്കണം, അവന് ഫുഡ് കൊടുക്കണം, അവനെ നോക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മൈൻഡിനെ
ഒരു പരിധിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അതിലേറ്റവും ഒരു നല്ലൊരു ബ്രീഡാണ് നമുക്ക് ഷിറ്റ്സു എന്ന് പറയുന്നത്. പാരൻസിന് ഒരു അവയർനെസ് വേണം. കുട്ടീനെ മേടിച്ചു കൊടുക്കുമ്പോൾ അവർ ആ പെറ്റ്സിനെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ ആ കുട്ടി അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മേടിച്ച് കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത വേണം. അപ്പോൾ അവർ അയ്യോ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, കൂട് ക്ലീൻ ചെയ്യണമല്ലോ, അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള പാരൻസ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പപ്പീനെ എടുക്കാൻ വന്നു കഴിഞ്ഞാലും ഞാൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് തന്നെ പറയാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പിയെ നമ്മളൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടിയുടെ കൂടെ തന്നെ നമ്മൾ അടുത്ത വീട്ടിൽ നമ്മൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ ഇരിക്കാനുള്ള ഒരാളാണ്. അപ്പോൾ അവർ ആ ഒരു മാനസികാവസ്ഥയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടം, ഒരാൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു വിഷമം അല്ലെങ്കിൽ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. ഒരു പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളെയാണ് നമ്മളൊരു പാർട്ട്ണറെയാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഡോഗിനെ മേടിക്കണം വെറുതെ പുറത്തെ വീട്ടിലുണ്ട്, അവിടെ വീട്ടിലെ കുട്ടി കളിക്കുന്നുണ്ട്, അത് കാരണം ഒരെണ്ണം മേടിച്ചു, അത് കാരണം നമ്മൾ ഇവിടെ മേടിക്കണം. ചിലപ്പോൾ ലേഡീസൊക്കെ ഉണ്ടല്ലോ സാരിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ പട്ട് സാരി മേടിച്ചു അതേപോലെ മേടിച്ചു. അതേപോലെയല്ല പെറ്റ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണറാണെന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ മൊബൈലിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നെന്നുള്ളത് അവർ പാരൻസ് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോഗ് ഒരു ഭാരമാവില്ല. ഈ പപ്പി വന്നു കഴിഞ്ഞിട്ടൊരു ട്രൈ കളറാണ്, ഫീമെയിൽ പപ്പിയാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ കുട്ടിയാണ്. ഇപ്പോൾ ഒരു 50 ദിവസം പ്രായമായിട്ടുണ്ട്. പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളുടെ ഇവിടെ വന്നിട്ട് ഒരു 15,000 മുതൽ ഒരു 30,000 വരെയാണ് ഇപ്പോൾ നിലവിൽ പപ്പീസിൻ്റെ റേറ്റ് കൊടുത്തുകൊണ്ട് പോകുന്നത്.